ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. ഒരിക്കൽ കൂടി തച്ചിങ്ങനാടം സ്റ്റെപ്പ് സ്റ്റഡി സെന്ററിന്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് ലൈറ്റിംഗ് എഫക്റ്റ് ആണ് അല്ലേ. ലൈറ്റിംഗ് എഫക്റ്റ് എന്താ നമ്മൾ പറഞ്ഞു, അതിലൊരു പുതിയൊരു ടേം നമ്മൾ പഠിച്ചു, സോഴ്സ് ഓഫ് ലൈറ്റ് അഥവാ പ്രകാശ സ്രോതസ്സുകൾ എന്ന് പറയുന്നത് അല്ലേ. നമുക്കറിയാം, ഒരു ചാലകത്തിലൂടെ വൈദ്യുതി കടന്നു പോകുമ്പോൾ അവിടെ ലൈറ്റ് എനർജി പ്രകാശോർജം പുറപ്പെടുവിക്കുകയാണെങ്കിൽ അതാണ് ലൈറ്റിംഗ് എഫക്റ്റ് എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലേ. വെൻ ആൻ ഇലക്ട്രിക് കറന്റ് ഈസ് പാസിംഗ് ത്രൂ എ മെറ്റാലിക് കണ്ടക്ടർ ഇറ്റ് വിൽ പ്രൊഡ്യൂസ് ലൈറ്റ് എനർജി, ദാറ്റ് ഈസ് നോൺ ആസ് ലൈറ്റിംഗ് എഫക്റ്റ്. ഇങ്ങനെ ലൈറ്റ് എനർജി തരാൻ കഴിയുന്ന, ലൈറ്റ് എനർജി അല്ലെങ്കിൽ പ്രകാശോർജം തരാൻ കഴിയുന്ന ഏതൊരു വസ്തുവിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം, പ്രകാശ സ്രോതസ്സുകൾ എന്ന് വിളിക്കാം. പ്രകാശത്തിന്റെ പ്രധാനപ്പെട്ട രണ്ട് സ്രോതസ്സുകളായ ആരൊക്കെയായിരുന്നു, ഇൻകാൻസെന്റ് ലാമ്പ് അഥവാ ഫിലമെന്റ് ലാമ്പിനെ പറ്റിയും അതുപോലെ തന്നെ നമ്മുടെ ഡിസ്ചാർജ് ലാമ്പിനെ പറ്റി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു അല്ലേ. ഇനി നമ്മൾ അന്നേരം പറഞ്ഞത് ഈ രണ്ട് ലാമ്പുകൾക്കും രണ്ട് ബൾബുകൾക്കും നമ്മളെ സാധാ ബൾബിനും നമ്മളെ ഡിസ്ചാർജ് ലാമ്പിനും ഒരുപാട് പോരായ്മകളുണ്ട്. ഇതൊക്കെ പരിഹരിക്കാൻ പ്രധാനമായിട്ട് ഇവ എന്ത് ചെയ്യുന്നു, ഇറ്റ് ഈസ് നോട്ട് ആൻ എക്കോ ഫ്രണ്ട്ലി അല്ലേ. നമുക്ക് എന്താ, പരിസ്ഥിതിക്ക് ഗുണകരമല്ലാത്ത കുറേ സാധനങ്ങൾ ആ ഡിസ്ചാർജ് ലാമ്പിലൊക്കെ ഉള്ളത് കൊണ്ട് ഇതിൻ്റെയൊക്കെ പോരായ്മ പരിഹരിച്ചുകൊണ്ട് പുതിയൊരു സോഴ്സ് ഓഫ് ലൈറ്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതാണ് എന്ത്, LED അഥവാ ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആരെക്കുറിച്ചാണ്, LED കുറിച്ചാണ്. ഓക്കെ, സോ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി അവരെയും സ്വാഗതം ചെയ്യുന്നു കേട്ടോ. അപ്പൊ നമ്മൾ പറഞ്ഞു LED അല്ലേ. LED എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞത് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്, പ്രകാശം ഉത്സർജിക്കാൻ കഴിയുള്ള ഡയോഡുകളാണ് ആര്, LED-കൾ എന്ന് പറയുന്നത്. ഡയോഡ് എന്ന സംഭവം നമ്മൾ എന്ത് ചെയ്യുന്നു, വരുന്ന ചാപ്റ്ററുകൾ നമ്മൾ പഠിക്കും. ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ആണ്, ഇലക്ട്രോണിക് ഉപകരണമാണ്. അതിനെപ്പറ്റി നമ്മൾ കൂടുതലായിട്ട് നമ്മൾ എന്ത് ചെയ്ത് പഠിക്കും. അപ്പൊ LED എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്ത് ഇവിടെ മുതൽ എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് LED? LED-യുടെ പൂർണ്ണ രൂപം ഓർ LED സ്റ്റാൻഡ്സ് ഫോർ എന്താണ്, ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. അപ്പോൾ LED-ന്റെ പ്രധാനപ്പെട്ട ഒരു മേന്മ എന്ന് പറയുന്നത് ഇറ്റ് കൺസ്യൂം ലോ എമൗണ്ട് ഓഫ് എനർജി അല്ലേ. വളരെ കുറഞ്ഞ ഊർജം മതി ആർക്ക് LED-ക്ക്. അതായത് കുറഞ്ഞ പവറിൽ എന്ത് ചെയ്യുന്നു, പ്രവർത്തിക്കുന്നു. ലോ പവറിൽ എന്ത് ചെയ്യുന്നു, പവറിൽ എന്ത് ചെയ്യുന്നു, വർക്ക് ചെയ്യുന്നു ആര്, LED എന്ന് പറഞ്ഞത്. പിന്നെന്ത് ചെയ്യുന്നു, രണ്ടാമത്തെ LED-ന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഇറ്റ് ഈസ് not harmful for environment because the absence of mercury. എന്ത്, മെർക്കുറി ഇല്ലാത്തതിനാൽ പരിസ്ഥിതിക്ക് എന്തല്ല, ദോഷകരമല്ല, അല്ലെങ്കിൽ പരിസ്ഥിതിക്ക് എന്തല്ല, ദോഷകരമായ ഒന്നും എന്ത് ചെയ്യുന്നില്ല, ഈ LED ചെയ്യുന്നില്ല. മൂന്നാമത്തെ എന്ത് ചെയ്യുന്നു, ഗുഡ് വൈറ്റ് ലൈറ്റ് ഈസ് അവൈലബിൾ. വെളുത്ത ധവള പ്രകാശം എന്ത് ചെയ്യുന്നു, ലഭിക്കുന്നു. ഓക്കെ, പ്രകാശം ലഭിക്കുന്നു. പിന്നെ നമ്മൾ പറഞ്ഞു നാലാമതൊരു പ്രത്യേകത എന്താ, LED-ന്റെ നാലാമത്തെ പ്രത്യേകത ഷാഡോ കൊണ്ടുള്ള അസൗകര്യം നമുക്ക് പറയാം. പിന്നെ അടുത്തൊരു പ്രത്യേകത എന്താ നമ്മൾ പറയാ, ടെസ്റ്റ് ഇതിൽ പറയണ്ടോ, ഓർമ്മയൊന്നും ഇല്ല, ചെറിയ മറന്നിട്ടോ നോക്കട്ടോ. അപ്പോ മെർക്കുറി ഇല്ല, അതാണ് ഏറ്റവും വലുത് അല്ലേ. ആൻഡ് ദർ ഈസ് നോ ഫിലമെന്റ്, സോ ദർ വിൽ ബി നോ ലോസ് ഓഫ് ഇലക്ട്രിക് എനർജി ഇൻ ദ ഫോം ഓഫ് ഹീറ്റ് എനർജി ഓർ ലോ എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജീസ് പ്രൊഡ്യൂസ്ഡ് അല്ലെ. അതായത് ഉണ്ടാകുന്ന, നമുക്കൊരു പറയാം, ഫിലമെന്റ് ഇല്ലാത്തതിനാൽ അല്ലെ, ആബ്സെൻസ് ഓഫ് ഫിലമെന്റ് അല്ലെങ്കിൽ there will be no filament, so the production of heat energy is almost zero. നമുക്ക് പറയാം എന്ത്, ഏകദേശം ഹീറ്റ് എനർജി അല്ലെങ്കിൽ താപോർജ്ജം ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് അവിടെ എന്തുണ്ടാകുന്നില്ല, ഊർജ്ജ നഷ്ടവും ഉണ്ടാകുന്നില്ല കേട്ടോ. ഫിലമെന്റ് ഇല്ലാത്തതിനാൽ താപോർജ്ജം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ ഊർജ നഷ്ടം എന്ത് ചെയ്യുന്നില്ല, സംഭവിക്കുന്നില്ല. ഓക്കെ, ക്ലിയർ. അപ്പൊ ഈ 4 അഡ്വാൻറ്റേജ് കൂടി അല്ലെങ്കിൽ ഈ ഒരു 4 പ്രത്യേകതകൾ കൊണ്ട് തന്നെ ഇന്ന് നമ്മളെ വിപണിയിൽ ഏറ്റവും മാർക്കറ്റിലുള്ളൊരു പ്രകാശ സ്രോതസ്സാണ് ഏത്, LED എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ LED-ന്റെ മേന്മകൾ നമുക്ക് ആവശ്യമുണ്ട്, പരീക്ഷകളിൽ ചോദിച്ചിട്ടുണ്ട് കേട്ടോ, മോഡൽ എക്സാമിനെ കണ്ടിട്ടുണ്ട്. അപ്പൊ നോക്കുക, കുറഞ്ഞ പവറിൽ പ്രവർത്തിക്കുന്നു, മെർക്കുറി ഇല്ലാത്തതിനാൽ പരിസ്ഥിതിക്ക് ദോഷകരമല്ല, വെളുത്ത ധവളപ്രകാശം, ഏതെങ്കിലും ഒന്ന് മതി അല്ലെ, ധവളപ്രകാശം ലഭിക്കുന്നത്, രണ്ടൊരു മീനിങ് അല്ലേ, വൈറ്റ് ലൈറ്റ് ഈസ് അവൈലബിൾ, ദെൻ ഫിലമെന്റ് ഇല്ലാത്തതിനാൽ താപോർജ്ജം ഉണ്ടാവുന്നില്ല, അതുകൊണ്ട് ഊർജ്ജ നഷ്ടം എന്ത് ചെയ്യുന്നില്ല, സംഭവിക്കുന്നില്ല. അപ്പൊ ഒന്നുകൂടി നമുക്ക് പറയാം, it work under low power and the absence of mercury, it is not a harmful for environment. Okay, and next one is produce good white light, ധാരാളം പ്രകാശം ലഭിക്കുന്നു, and
there will be no filament, so there is no production of heat energy, so there will be no loss of എനർജി, ഇലക്ട്രിക് എനർജി ഇൻ ദ ഫോം ഓഫ് ഹീറ്റ് എനർജി അല്ലേ. അപ്പോൾ ഈ 4 കാരണങ്ങൾ കൊണ്ട് LED നമുക്കിടയിൽ എന്തായി പ്രിയങ്കരനാക്കി. ഇനി നമുക്ക് പഠിക്കാം ഈ LED പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതൊക്കെയെന്ന് നമുക്ക് പഠിക്കാം അല്ലേ. ഓരോ ഭാഗങ്ങൾ നമുക്ക് എഴുതി വെക്കാം, എന്നിട്ട് നമുക്ക് അതിന്റെ റോളുകൾ നമുക്ക് അല്ലെങ്കിൽ എന്താണ് അതിന്റെ ധർമ്മം എന്ന് നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. സോ പാർട്സ് ഓഫ് LED പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. ഒന്നാമത്തെ ഭാഗമാണ് ബേസ് യൂണിറ്റ് എന്ന് പറയുന്നത്. എന്താണ് ഒന്നാമത്തെ ഭാഗം? LED പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. 6 5 യൂണിറ്റ് കൊണ്ട് നോക്കണ്ട. ഒന്നാമത്തെ യൂണിറ്റ് അല്ലെങ്കിൽ ഒന്നാമത്തെ ഭാഗമാണ് ഇത് ബേസ് യൂണിറ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഭാഗമാണ് LED പ്രധാനപ്പെട്ട രണ്ടാമത്തെ ഒരു ഭാഗമാണ് ഇത് ഹീറ്റ് സിങ്ക് എന്ന് പറയുന്നത്. അപ്പൊ ഒന്നാമത്തെ ഭാഗം ബേസ് യൂണിറ്റ്, രണ്ടാമത്തെ ഭാഗം ഇത് ഹീറ്റ് സിങ്ക്, മൂന്നാമത്തെ ഭാഗമാണ് ഇത് ബേസ് പ്ലേറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ബേസ് പ്ലേറ്റ്. നാലാമതായിട്ട് LED ഭാഗമാണ് ബാക്ക് കണ്ടക്ടർ സ്ക്രൂസ് എന്ന് പറയുന്നത് കേട്ടോ. ബാക്ക് കണ്ടക്ടർ സ്ക്രൂ കേട്ടോ. ഓക്കെ, അടുത്ത അഞ്ചാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഇതിനെന്ത് ചെയ്യണം? ബാക്കിന്റെ സ്ക്രൂവിന് എന്ത് ചെയ്യാം? ഇതിലേക്ക് പവർ സപ്ലൈ ചെയ്യാൻ ഒരു പവർ സപ്ലൈ ബോർഡ് വേണം നമുക്ക് കേട്ടോ. പവർ സപ്ലൈ ബോർഡ്. ഓക്കെ, അപ്പോ 7 ഭാഗം ഉണ്ടാവും അല്ലെ. ആറാമത്തെ ഭാഗമാണ് ഇത് പ്രിന്റഡ് സർക്യൂട്ട് ബോർഡ് അല്ലെങ്കിൽ LED ചിപ്പ് ബോർഡ് എന്ന് പറയുന്നത്. പ്രിന്റഡ് സർക്യൂട്ട് ബോർഡ് അല്ലെങ്കിൽ പ്രിന്റഡ് സർക്യൂട്ട് ബോർഡ് ഓർ ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് LED ചിപ്പ് ബോർഡ്. ഇത് നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? LED ചിപ്പ് ബോർഡ് എന്ന് പറയുന്നത് കേട്ടോ. LED ചിപ്പ് ബോർഡ്. ഇനി അടുത്ത ഏഴാമത്തെ ഭാഗമാണ് ഇത് നമ്മൾ പുറമേ കാണുന്ന വെളുത്ത സംഭവം എന്ത്? ഡിഫ്യൂസർ കപ്പ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഏതാ? പാർട്സ് ഓഫ് LED ആണ്. എന്തൊക്കെ LED പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏതൊക്കെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ? ഒന്നാമത്താണ് ബേസ് യൂണിറ്റ് അല്ലെ. നമുക്ക് നോക്കാം എന്താണ് ബേസ് യൂണിറ്റ്. ബേസ് യൂണിറ്റ് കണ്ടിട്ടുണ്ടെന്ന് നോക്കാം. അപ്പൊ ഞാൻ ചെറിയൊരു LED കാണിച്ചു തരുന്നതിലൂടെ കണ്ടോ. ഇതാണ് നമ്മളെ LED എന്ന് പറയുന്ന സാധനം. ഇതാ ഈ സാധനം കണ്ടോ, ഇത് ഫ്യൂസ് ആയതാട്ടോ LED എന്ന് പറയുന്ന സാധനം. ഇപ്പൊ ഒന്നാമത്തെ ഭാഗത്തേക്ക് നമുക്ക് എടുക്കാം ബേസ് യൂണിറ്റ് എന്ന് പറയുന്ന സാധനം. ഇവിടെ കണ്ടോ നിങ്ങൾ ഈ ഏറ്റവും പുറമേയുള്ള ഈ മെറ്റാലിക് കണ്ടോ, അത് ഉള്ളിലോട്ടും ഉണ്ട് കേട്ടോ. അതിനെ കണക്ട് ചെയ്യുന്ന ഭാഗമാണ് ബേസ് പ്ലേറ്റ് എന്ന് പറയുന്നത്. ഈ സാധനം കണ്ടോ, ഈ വെള്ളല്ല വൈറ്റ് അല്ല, ഈ മെറ്റാലിക് കോട്ട് ഇത് കണ്ടോ. ഇതാണ് നമ്മളെ ആദ്യത്തെ യൂണിറ്റ്. ഏത്? ബേസ് യൂണിറ്റ് എന്ന് പറയുന്നത്. LED പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ ഒന്നായ ബേസ് യൂണിറ്റ് ആണ് ഈ കാണിച്ചിരിക്കുന്ന സാധനം. അങ്ങനെ ഒരു സംഭവം ഉണ്ടാവും, നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. LED ബൾബിന്റെ പുറം ഭാഗത്തന്നെ ഉണ്ടായിരിക്കുന്നത് ഇങ്ങനെ സംഭവം ഉണ്ടാവും അല്ലെ. ഇതാണ് എന്ത്? ബേസ് യൂണിറ്റ് എന്ന് പറയുന്നത്. ബേസ് യൂണിറ്റിന്റെ റോൾ എന്താ? വാട്ട് ഈസ് ദ റോൾ ഓഫ് ബേസ് യൂണിറ്റ്? എന്താ റോൾ എന്ന് പറഞ്ഞാലേ, നമുക്കറിയാം ഈ ബേസ് യൂണിറ്റ് ആണ് നമ്മൾ ബൾബിന് നമ്മൾ ഹോൾഡറുമായിട്ട് കണക്ട് ചെയ്യുക അല്ലെ. നമ്മൾ കറണ്ട് ഉണ്ടെങ്കിൽ ഇങ്ങനെ ഈ ഹോൾഡർ ആണെങ്കിൽ ഇവിടെ ഇങ്ങനെ കണക്ട് ചെയ്യുന്ന സംവിധാനമാണ് ഏത്? അതിനുള്ള സംവിധാനമാണ് ഏത്? ബേസ് യൂണിറ്റ് എന്ന് പറയുന്നത്. കണ്ടോ, ബേസ് യൂണിറ്റ് ഒന്നുകൂടി ഞാൻ അടുത്തേക്ക് പിടിക്കുക. അതാണ് ബേസ് യൂണിറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഈ സാധനം ബേസ് യൂണിറ്റ് കണ്ടോ, ഞാൻ B എന്ന് മാർക്ക് ചെയ്ത ഈ സാധനമാണ് ഇത് ബേസ് യൂണിറ്റ് എന്ന് പറയുന്നത്. അതിന് തൊട്ട് താഴെ കണ്ടോ ഒരു വൈറ്റ്, ഇത് നമ്മളെ KCB ഫ്രീ ആയിട്ട് തന്ന LED ആണ് കേട്ടോ. അപ്പൊ അതിന്റെ വൈറ്റ് ഭാഗം കണ്ടോ, പ്യൂർ വൈറ്റ് ആയിട്ടുള്ള ഒരു ഭാഗം, ഒരു പ്ലാസ്റ്റിക് പാർട്ടാണ്. ഇതൊരു മെറ്റാലിക് ആണ്, ലോഹ ഭാഗമാണ്. ഇതൊരു പ്ലാസ്റ്റിക് ഭാഗമാണ്. ഈ പ്ലാസ്റ്റിക് ഭാഗം കണ്ടോ, വൈറ്റ് ഭാഗം അല്ലെ, ഹീറ്റ് സിങ്ക് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു ഈ മെറ്റാലിക് പ്ലേറ്റിന്റെ ഈ ഇതിന്റെ ഉള്ളിലേക്ക് ഉണ്ട്. അപ്പൊ ഈ മെറ്റലിലൂടെയാണ് ആദ്യം ഇലക്ട്രിക് കറന്റ് കടന്നു പോകുന്നത്. അപ്പൊ എന്ത് ചെയ്യുന്നു? ഈ മെറ്റൽ ചെറിയ രീതിയിൽ എന്ത് ചെയ്യുന്നു? ചൂടാവും. ഞാൻ പറഞ്ഞു ആൾമോസ്റ്റ് 0 എന്ന് പറഞ്ഞത് 0-ത്തിനടുത്ത്. അപ്പോൾ തീരെ ഇല്ലാന്ന് പറയാൻ പറ്റില്ല. ചെറിയൊരു എമൗണ്ട് എന്ത് ചെയ്യുന്നു? താപോർജ്ജം ഇവിടെ ഉണ്ടാവുന്നുണ്ട്. ആ താപോർജ്ജത്തിനെ ആഗിരണം ചെയ്യാനുള്ള സംവിധാനമാണ് ഇത് ഹീറ്റ് സിങ്ക് എന്ന് പറയുന്നത് കേട്ടോ. എന്തിനാ ഹീറ്റ് സിങ്കിന്റെ റോൾ എന്താ? ഇറ്റ് അബ്സോർബ് ദ ഹീറ്റ് എനർജി, ലോ എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി പ്രൊഡ്യൂസ്ഡ് ഇൻ ഇറ്റ് അല്ലെ. ഇതിലുണ്ടാകുന്ന ഹീറ്റ് എനർജിനെ അബ്സോർബ് ചെയ്യാൻ, ആഗിരണം ചെയ്യാൻ, അല്ലെങ്കിൽ എന്താണ് അതിന്റെ താപം ആഗിരണം ചെയ്യാനുള്ള സംവിധാനമാണ് ഏത്? ഹീറ്റ് സിങ്ക് എന്ന് പറയുന്നത് അല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ ഭാഗം നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഇത് ഇവിടെ കേട്ടോ, ഈ ഭാഗം നമുക്ക് പിന്നെ പറയാം. ഇതിവിടെ നിൽക്കട്ടെ. ഓക്കെ, ഇനി ഇതിൽ കണ്ടോ ഒരു റൗണ്ട് സംഭവം കണ്ടോ ഈ ഇങ്ങനെ ഈ സംഭവം, ഇത് ഈ ബോർഡല്ല കേട്ടോ, ഈ വെള്ള കണ്ടോ. ഇതാണ് നമ്മളെ മൂന്നാമത്തെ സംഭവം. ഇത് ബേസ് പ്ലേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നോക്കിയേ, ഇത് ഇതിങ്ങനെ കണക്റ്റഡ് ആണ് കണ്ടോ. ഈ ഒരു വരുന്ന ആദ്യം നമ്മൾ പറഞ്ഞ ബേസ് യൂണിറ്റുമായിട്ട് എന്ത് ചെയ്യാണ്? കണക്റ്റഡ് ആണ് ഇത്. അപ്പൊ ഈ സർക്യൂട്ട് ചിപ്പിലേക്ക് ആവശ്യമായ വൈദ്യുതി കണക്ട് ചെയ്യുന്ന ഒരു ഭാഗമാണ് ഇത് ഈ സംഭവം എന്ന് പറയുന്നത് ബേസ് പ്ലേറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഹോൾഡറിൽ ഉറപ്പിച്ചിരിക്കുന്ന മറ്റൊരു ലോഹം, ഈ ഹോൾഡറിൽ ഉറപ്പിച്ചിരിക്കുന്ന മറ്റൊരു മെറ്റാലിക് പ്ലേറ്റ് ആണ് ഇത് ബേസ് പ്ലേറ്റ് എന്ന് പറയുന്നത് കേട്ടോ.
കിട്ടിയോ? അപ്പോൾ മൂന്നാമത്തെ ഭാഗം ബേസ് പ്ലേറ്റ്. ഇനി നോക്കിയേ, ഇവിടെ കുറേ ഹോളുകൾ കണ്ടോ? കുറേ ഹോൾ കണ്ടോ? ഞാൻ ഇതിന്റെ ഉൾഭാഗം കിട്ടാൻ വേണ്ടിയിട്ട് ഈ നെട്ടൊക്കെ ഇവിടുന്ന് കഴിച്ചു. അപ്പൊ ഇതിനെന്ത് ചെയ്യാണ്, ഈ LED ഡ്രൈവ് എന്നുള്ള ഈ വയറുകളും ഈ ബോർഡുകളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കണക്ട് ചെയ്ത് നിർത്താനുള്ള സംവിധാനമാണ് നമ്മുടെ നാലാമത്തെ ഭാഗമായ ഏത് ബാക്ക് കണ്ടക്ടർ സ്ക്രൂ എന്ന് പറയുന്നത്. വാട്ട് ഈസ് ബാക്ക് കണ്ടക്ടർ സ്ക്രൂ? ഇറ്റ് ഈസ് യൂസ്ഡ് ടു കണക്ട് ദി വയേഴ്സ് ആൻഡ് ചിപ്പ് ബോർഡ് ഇൻ LED ചിപ്പ് ബോർഡിനെ കണ്ട ഈ ചിപ്പ് ബോർഡിനൊക്കെ ഇവിടെ ഇങ്ങനെ കണക്ട് ചെയ്ത് നിർത്താനുള്ള സംവിധാനമാണ് ഇത്. സാധാരണ നമ്മുടെ സ്ക്രൂ, നമ്മുടെ ചെറിയ കളിപ്പാട്ടങ്ങളിലൊക്കെ കണ്ടുള്ള സ്ക്രൂ ഇല്ലേ, അതിനെ സാധനം ഇത് ബാക്ക് കണ്ടക്ടർ സ്ക്രൂ എന്ന് പറയുന്നത്. 4 ഭാഗങ്ങൾ കിട്ടിയോ? ഒന്നിട്ട് റിപ്പീറ്റ് ചെയ്യുക. ബേസ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഹോൾഡറുമായിട്ട് കണക്ട് ചെയ്യുന്ന സംവിധാനമാണ്. ഹീറ്റ് സിങ്ക് എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന കുറഞ്ഞ എമൗണ്ട് ഉള്ള ആ ചെറിയ എനർജീനെ വരെ എന്ത് ചെയ്യണം, ഹീറ്റ് എനർജീനെ വരെ ആഗിരണം ചെയ്യാനുള്ള ഭാഗമാണ് ഈ സംഭവം ഏത് ഹീറ്റ് സിങ്ക്. ഇനി എന്ത് ചെയ്യാണ്, ഈ സർക്യൂട്ടുമായിട്ട് ഘടിപ്പിച്ചിരിക്കുന്ന ചെറിയൊരു പ്ലേറ്റ് ആണ് ഇത് ബേസ് പ്ലേറ്റ് എന്ന് പറയുന്നത്. വലിയ റോളൊന്നും ഇല്ല, അങ്ങനെ കിടക്കട്ടെ. അടുത്ത് എന്ത് ചെയ്യുന്നു, ബാക്ക് കണ്ടക്ടർ സ്ക്രൂ എന്ന് പറഞ്ഞാൽ ഈ ചിപ്പിലെ വയറിനെ അതേ ബോർഡിനൊക്കെ ഇതിൽ ടൈറ്റ് ചെയ്ത് നിർത്തുന്ന സ്ക്രൂ ആണ് ഇത്. സ്ക്രൂ ഇട്ട് നമ്മൾ ടൈറ്റ് ആക്കൂല, അതന്നെ, അതാണ് ഇത് ബാക്ക് കണ്ടക്ടർ സ്ക്രൂ. അടുത്ത് നോക്കിയാൽ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട LED പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗമാണ് ഇത്. ഈ സാധനം കണ്ടോ? ഇതാണ് നിങ്ങൾ, ഇതാണ് എന്ത് കണ്ടോ, കാണുന്നുണ്ടോ? ഇതാണ് പവർ സപ്ലൈ ബോർഡ് എന്ന് പറയുന്നത്. ഈ ബോർഡിലാണ് എന്ത് ഈ ഇതിലേക്ക് നമ്മൾ കൊടുക്കുന്ന AC വൈദ്യുതിനെ, AC ആൾട്ടർനേറ്റ് കറന്റിനെ എന്താക്കി മാറ്റുന്നത്, DC ആക്കി മാറ്റുന്ന സംവിധാനമാണ് ഇത് ഈ പവർ സപ്ലൈ ബോർഡ്. കണ്ടോ? ഈ പവർ സപ്ലൈ ബോർഡ് ഇങ്ങനെ ഉണ്ട്. അതിൽ കുറെ കപ്പാസിറ്റർ, റെസിസ്റ്റർ, കുറേ സാധനങ്ങളുണ്ട്. കണ്ടോ? കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതിന്റെ ഭാഗങ്ങളൊക്കെ നമുക്ക് വിശദമായിട്ട് അടുത്ത നമുക്ക് ഇലക്ട്രോണിക്സ് പാഠത്തിൽ പഠിക്കാം. ഇതാണ് ഇത് പവർ സപ്ലൈ ബോർഡ്. അപ്പൊ അതിന്റെ റോൾ എന്ന് പറയുന്നത് ഇറ്റ് കൺവേർട്ട് AC to DC. അപ്പൊ നമ്മൾ സാധാരണഗതിയിൽ ഒരു 5 വാട്ട് 7 വാട്ട് 9 വാട്ടിനൊക്കെ എന്ത് ചെയ്യണം, തൽക്കാലം നമ്മൾ ഉപയോഗിക്കുന്ന ഈ ചെറിയ ഇതിപ്പോ 9 വാട്ട് LED എന്ന് എഴുതിയിട്ടുണ്ട്. കണ്ടോ? 9 വാട്ട് LED ബോർഡാണത്. ഇതിപ്പോ 5 വാട്ടിനും 7 വാട്ടിനൊക്കെ നമ്മൾ സാധാരണഗതിയിൽ എന്താണ്, പവർ ചിപ്പ് ബോർഡ് വലിയ മാറ്റമൊന്നുമില്ല. 5, 7, 9 വരെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ബോർഡ് തന്നെ നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ ഇതിന്റെ റൂൾ എന്ന് പറയുന്നത് ഇറ്റ് കൺവേർട്ട് AC to എന്നതിന്റെ ധർമ്മം AC to DC. AC എന്തിലേക്ക് മാറ്റുന്നു, DC-യിലേക്ക് മാറ്റുന്നു. കിട്ടിയോ? ഇനി അടുത്ത് നോക്കിയേ, ഇതാണ് അടുത്ത ഭാഗം ഏത്, നമ്മളെ 5ാമത്തെ ഭാഗം. ഇത് കഴിഞ്ഞു. ഇവിടുത്തെ പ്രിന്റഡ് സർക്യൂട്ട് ബോർഡ് അഥവാ LED ചിപ്പ് ബോർഡ് എന്ന് പറയുന്ന സാധനം കണ്ടോ? ഇതായത് ഇവിടെ ഇങ്ങനെ ഈ മഞ്ഞ കളർ കണ്ടോ, ഈ മഞ്ഞ ഇങ്ങനെ ഒട്ടിച്ചിരിക്കുന്നത് അതാണ് LED-കൾ. ഇതിലൊക്കെ സൂക്ഷിച്ച് നോക്കി നമുക്ക് കാണാൻ പറ്റും. ഇതിൽ 2 വയേഴ്സ് ഇതിന്റെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കണ്ടോ? ഇല്ലെങ്കിൽ ഫ്യൂസ് ആയ ഒരു LED എടുക്കുക, എന്നിട്ട് നോക്കിയാൽ കുത്തി തുറന്ന് നോക്കിയാൽ കാണാൻ പറ്റും. അപ്പൊ ഇതാണ് LED-കൾ ഉറപ്പിച്ചിരിക്കുന്നത് ഈ ഭാഗത്താണ്. വൈദ്യുതി പ്രവഹിക്കുമ്പോൾ ലൈറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ ഭാഗമാണ്. ഓക്കെ, ഇതിലെന്ത് ചെയ്യുന്നു, പോസിറ്റീവ് നെഗറ്റീവ് എൻഡുകൾ എന്ത് ചെയ്യുന്നു, രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇനി എന്ത് ചെയ്യുന്നു, ഇങ്ങനെ ഉണ്ടാകുന്ന ഈ LED ലൈറ്റിനെ എന്ത് ചെയ്യുന്നു, പ്യുവർ ഫോമിൽ വൈറ്റ് ലൈറ്റായിട്ട് പുറത്തേക്ക് തരുന്ന ഈ ഭാഗമാണ് ഏത്, ഡിഫ്യൂസർ കപ്പ് എന്ന് പറയുന്നത്. എന്താണ് ഡിഫ്യൂസർ കപ്പ്? LED-യിൽ നിന്നും അല്ലെങ്കിൽ ബൾബിൽ നിന്നും പ്രകാശം പുറത്തു വരുന്ന ഭാഗമാണ്. ബൾബിൽ നിന്നും ലൈറ്റ് എനർജി എമിറ്റ് ചെയ്യുന്ന ഒരു ഭാഗമാണ്, പുറത്തേക്ക് വരുന്ന ഒരു ഭാഗമാണ് ഈ കപ്പ്. ഇതാണ് ഇതിന്റെ പ്യുവർ വൈറ്റ് ലൈറ്റ് കൊടുക്കാൻ കാരണം. നമ്മൾ മെർക്കുറി എന്നല്ല, ഈ ഒരു കളർ കൊണ്ടാണ് നമുക്ക് വൈറ്റ് ലൈറ്റ് കിട്ടുന്നത്. ഇതിന്റെ പേരാണെന്ത്, ഡിഫ്യൂസർ കപ്പ് എന്ന് പറയുന്നത്. അപ്പൊ LED-യുടെ ഭാഗങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളെ LED എന്ന് പറയുന്നത്. ഇനി ഇതിൽ നമുക്ക് ഒരുപാട് ഭാഗങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നമുക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും എന്തൊക്കെ ഒരു LED ബൾബ് പൂർത്തിയാക്കുന്ന ചിത്രം. അതൊക്കെ നമ്മൾ പ്രാക്ടിക്കലായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. നമുക്ക് എക്സാമിനൊന്നും ആവശ്യമില്ല. കുറേ ഇലക്ട്രോണിക് ഡിവൈസുകൾ ഇതൊന്നും നോക്കണ്ടോ. ഇതൊക്കെ ചിലപ്പോൾ നമുക്ക് എക്സാമിന് ചോദിക്കും, ഇതിന്റെ പേരെന്താന്നൊക്കെ. സോൾഡറിങ് കഴിയാണ്, സോൾഡറിങ് വർക്ക് കണ്ടിട്ടില്ല, ചിലപ്പോൾ ചോദിച്ചാലോ, പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ അതൊന്നും വെറുതെ മറിച്ചൊക്കെ നിർമ്മാണം നമുക്ക് വേണ്ട. തകരാറ് പരിഹരിക്കേണ്ട സംവിധാനങ്ങൾ ഇതുവരെ വന്നിട്ടില്ല. നോക്കിയേ, ഇനി നമുക്ക് വേണ്ടത് LED ബൾബുകൾ എങ്ങനെ നമ്മൾ ശാസ്ത്രീയമായിട്ട് സംസ്കരിക്കും, എങ്ങനെ അതെന്ത് കൃത്യമായ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നതിൻ്റെ ഫ്യൂസ് ആയി കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് അതിനെ എന്താണ് റീസൈക്കിൾ ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ പരിസ്ഥിതിക്ക് ദോഷകരമല്ലാത്ത രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, സംസ്കരിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, ഇത് ഫ്യൂസ് ആയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മളിപ്പോൾ 3 ഭാഗങ്ങൾ നമുക്ക് ഇതിന് പറഞ്ഞില്ലേ. ഒന്നൊരു മെറ്റാലിക് പാർട്ട്, ലോഹഭാഗം, അടുത്തൊരു പ്ലാസ്റ്റിക് പാർട്ട്, അടുത്ത കേട്ടത് ഒരു ഇലക്ട്രോണിക് പാർട്ട്, ആ ചിപ്പ് ബോർഡൊക്കെ ഇലക്ട്രോണിക് പാർട്ട്. അപ്പോൾ ഇതിനെ സെപ്പറേറ്റ് ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്ത് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലൊക്കെ ചെന്നാൽ നമുക്ക് കാണാൻ പറ്റും, മാലിന്യ സംസ്കരണത്തിന് 3 ബക്കറ്റ് വെച്ചിട്ടുണ്ടാവില്ലേ, സിറിഞ്ച്, സൂചി ഇതിൽ, പഞ്ഞികൾ ഇതിൽ, അങ്ങനെ ഇടാൻ പറ്റും. അതേപോലെ തന്നെ ഇതിനെ വേറെ ഭാഗം, ഇതിനെ വേറെ അങ്ങനെ ആക്കി മാറ്റി വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, സംസ്കരണ കേന്ദ്രങ്ങൾ കൊണ്ടുപോയിട്ട് അത് നമുക്ക് സംസ്കരിക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, LED ഉപയോഗിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം നമുക്ക് പ്രൊഡക്ഷൻ ഓഫ് എനർജി അല്ലേ, ഇലക്ട്രിക് എനർജി എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ കുറവാണ്. പക്ഷേ യൂസേജ് എന്ന് പറയുന്നത് വളരെ കൂടുതലല്ലേ, കുറേ ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്
അനാവശ്യമായിട്ടും അല്ലാതൊക്കെ നമുക്കറിയാം, ചില നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാവും അലങ്കാര ബൾബുകൾ കുറേ ഉണ്ടാവില്ല, ഇതൊക്കെ കത്തിക്കുകയാണെങ്കിൽ ഇലക്ട്രിക് എനർജി ഇടുന്ന. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് കുറക്കുക നമ്മൾ. അപ്പോൾ എന്ത് ചെയ്യണം, ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മൾ എനർജി ഊർജത്തിൻ്റെ ഉപയോഗം കുറയ്ക്കുക എന്ന് പറയുന്നത് തന്നെ എന്തിനു തുല്യമാണ്? എനർജി ഉണ്ടാക്കുന്നതിന് തുല്യമാണ്. ഓക്കെ, ഊർജം സംരക്ഷിക്കുന്നത്, കൺസർവേഷൻ ഓഫ് എനർജി ഈസ് ഈക്വൽ ടു ദ പ്രൊട്ടക്ഷൻ ഓഫ് ഹീറ്റ് എനർജി അല്ലേ, സോറി ഇലക്ട്രിക് എനർജി. അതായത് ഊർജം ഉൽപ്പാദിപ്പിക്കുക അല്ലെങ്കിൽ ഊർജം സംരക്ഷിക്കുക എന്നത് എന്തിനു തുല്യമാണ്? ഊർജം ഉണ്ടാക്കുന്നതിനെങ്കിൽ ഉൽപ്പാദിപ്പിക്കുന്ന നിർമ്മിക്കുന്നതിന് എന്തിയാണ്? തുല്യമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ പഠിച്ചവരെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, എനർജീൻ്റെ ഊർജത്തിൻ്റെ ഉപയോഗം മനസ്സിലാക്കി നമ്മൾ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ ഊർജത്തെ വിനിയോഗിക്കുക. അപ്പോൾ ഇതോടുകൂടി നമ്മൾ ഈ ചാപ്റ്റർ തീർന്നു. ഓക്കെ, ഇനി ഇതിൽ കുറച്ച് വിലയിരുത്താൻ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ പ്രോബ്ലംസ് ഒക്കെ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട്. ഇനി ചെയ്യാൻ വിട്ടിട്ട് ഉണ്ടെങ്കിൽ, കിട്ടാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഒന്ന് തന്നെ അറിയിക്കാം. ഇനി നമ്മൾ അടുത്ത ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പോകുന്നത് നമ്മളെ കഴിഞ്ഞ SLC എക്സാമിന് 2020 SLC എക്സാമിന് ഈ പാഠഭാഗത്തു നിന്നും ചോദിച്ച ക്വസ്റ്റ്യൻസ് എങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, വർക്കൗട്ട് ചെയ്യാൻ നമ്മൾ നോക്കാൻ പോകണം കേട്ടോ. അപ്പോൾ നോക്കണം, റിപ്പീറ്റേഷൻ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ SLC പരീക്ഷ അല്ലെങ്കിൽ എല്ലാ പരീക്ഷേൻ്റെ ഒരു സ്വഭാവമാണ്. ഒരു പരീക്ഷയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ അതേ മോഡലിലെ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുന്നു, അടുത്ത എക്സാമിൽ ആവർത്തിക്കും. അപ്പോൾ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ കിട്ടിയാൽ അത് വർക്കൗട്ട് ചെയ്യാൻ നോക്കണം. അപ്പോൾ ഈ പാഠഭാഗത്ത് നിന്ന് SLC എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഇപ്പോൾ എനിക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കിട്ടിയത് മലയാളം മീഡിയം ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ഇംഗ്ലീഷ് മീഡിയം ക്വസ്റ്റ്യൻ പേപ്പർ ഉള്ളവർ ആ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ഈ വീഡിയോ കാണുന്നവരൊന്ന് കയ്യിൽ എടുത്ത് വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം, ഞാൻ പറയുന്ന ക്വസ്റ്റ്യൻസ് അതിൽ ശരിയല്ലേ നോക്കണം. അതപ്പോൾ കൺവേർട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ടേംസുകളൊക്കെ മാറ്റം ഉണ്ടായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യാം, ശ്രദ്ധിക്കുക. എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. അപ്പോൾ ഇതാണ് നമ്മളെ കഴിഞ്ഞ SLC എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ അല്ലേ. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, അത്യാവശ്യം നല്ല എക്സാം ആയിരുന്നു ഫിസിക്സ്. ഇപ്രാവശ്യം ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് A+ മിസ്സായ ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ വളരെ കുറഞ്ഞ മാർക്ക് കുട്ടികൾക്ക് കിട്ടിയ ഒരു വിഷയമായിരുന്നു ഫിസിക്സ്. കാരണം നല്ല എക്സാം ആയിരുന്നു, നല്ല ടൈറ്റ് ആയിരുന്നു. അതുകൊണ്ട് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ കൃത്യമായി പഠിക്കണം. നമുക്ക് നോക്കാം ഏതൊക്കെയായിരുന്നു ഈ ഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടോ. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 6ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഈ പാഠഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടോ. അതായത് സെക്ഷൻ ബിയിലെ സിക്സ്ത് ക്വസ്റ്റ്യൻ നമ്പർ 6 കേട്ടോ. അപ്പോൾ തന്നിരിക്കുന്നതാണ് പ്രതിരോധങ്ങളുടെ ബന്ധനവുമായി ബന്ധപ്പെട്ട സവിശേഷതകൾ പട്ടികപ്പെടുത്തിയിരിക്കുന്നു. കുറേ റെസിസ്റ്റൻസും അതിൻ്റെ എന്താണ് അത് ഒരു സർക്യൂട്ടിൽ ഉൾപ്പെടുത്താനുണ്ടാകുന്ന പ്രത്യേകത നമ്മൾ എന്ത് ചെയ്തിട്ട് ഒരു ടേബിളായിട്ട് തന്നിട്ടുണ്ട്. ഇതെന്ത് ചെയ്യുന്നു, പക്ഷേ ഈ തന്നിരിക്കുന്ന ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ഈ കൺസെപ്റ്റ് എന്താണ്, തെറ്റാണ്. അത് കറക്റ്റ് എഴുതാനാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 6 കേട്ടോ. ഞാൻ പറഞ്ഞു ക്വസ്റ്റ്യൻ ഒന്നൊരു വായിക്കുകയാണേ. പ്രതിരോധങ്ങളുടെ ബന്ധനവുമായി ബന്ധപ്പെട്ട സവിശേഷതകൾ പട്ടികപ്പെടുത്തിയിരിക്കുന്നു. പട്ടികപ്പെടുത്തിയ ആശയങ്ങൾ ശരിയായ രീതിയിൽ പുനഃക്രമീകരിക്കുക. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുന്നു, ദ ഫീച്ചേഴ്സ് ഓഫ് resistance connected in different types is given in the table and rearrange the concept അല്ലേ, and wrong concept തെറ്റായത് എന്ത് ചെയ്യുക, ശരിയായ രീതിയിൽ പുനഃക്രമീകരിക്കുക. അപ്പോൾ ഒന്നാമത്തെ പറയുന്നത്, ഈ ഒന്നാമത്തെ കോളം എന്ന് പറയുന്നത് ഇത് എങ്ങനെയാണ് കണക്ട് ചെയ്ത രീതി കേട്ടോ. ഒന്നാമത്തെ കോളത്തിൽ കുറേ കോളങ്ങളുണ്ട്. ഒന്ന് കണക്ട് ചെയ്ത രീതി കേട്ടോ, ഒന്ന് കണക്ട് ചെയ്ത രീതി പറയുന്നത്. അത് നോക്കി, ഏതാണ് ക്വസ്റ്റ്യൻസ് കണ്ടോ, ഇതാണ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ കണക്ട് ചെയ്ത രീതി പറയണ്ടേ, അതിൽ ഒന്നാമത്തെ കോളത്തിൽ ഇതാ ഒന്ന് ഇങ്ങനെ കണക്ട് ചെയ്ത് ഇപ്പൊ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ടാവില്ല ഏത് രീതിയിലുള്ള കണക്ഷനില്. അപ്പോൾ ഇതിൽ റെസിസ്റ്റൻസ് പറഞ്ഞിട്ട് 3 ohm 2 ohm എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത് പറയുന്നത് ടോട്ടൽ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ സഫല പ്രതിരോധം, രണ്ടാമത്തെ കേട്ടോ. രണ്ടാമത്തെ പറയുന്നത് സഫല പ്രതിരോധം. എന്നിട്ട് ഇവിടെ ഡോട്ട് ഉണ്ട്, അതിന്റെ മുകളിൽ തന്നിരിക്കുന്ന ഒരു കുറയുന്നു എന്ന് തന്നിട്ടുണ്ട് കേട്ടോ. ലോ റെസിസ്റ്റൻസ് എന്നാ പറയുന്നത് അല്ലെങ്കിൽ റെഡ്യൂസ് എന്നാ പറയുന്നത്. ഇനി ഓരോന്നിനും ലഭിക്കുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് അവർ തന്നിരിക്കുന്നത് ഇതിൽ തുല്യമാണെന്നാണ് തന്നിരിക്കുന്നത്. അതിന് 4ാമത്തത് ഇതിലൂടെയുള്ള കറന്റ്, അത് അവർ തന്നിരിക്കുന്നത് തുല്യമാണെന്ന് തന്നിരിക്കുന്നത് കേട്ടോ, ഒന്നാമത്തെ ടേബിൾ. ഇനി 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് കേട്ടോ. ഇനി അടുത്ത ചിത്രം തന്നിരിക്കുന്നത് 2ാമത്തെ റോയിൽ തന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസ്. ഇതാ ഇങ്ങനെ ഒന്നാമത്തെ റെസിസ്റ്റൻസ്, ഇനി അടുത്ത് ഇങ്ങനെ വന്നിട്ട് ഇതാ അങ്ങനെ 2ാമത്തെ റെസിസ്റ്റൻസ് അല്ലേ. ഇത് 3 ohm, ഇത് 2 ohmന്റെ റെസിസ്റ്റൻസ് അല്ലേ. നോക്കിയാൽ ഇനി അടുത്ത് ഇവിടെ പറയുന്നത് ഒരു സഫല പ്രതിരോധം കൂടുന്നു എന്നാ പറയുന്നത്. നമ്മോട് പറഞ്ഞ് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ തെറ്റുണ്ടെങ്കിൽ അത് തിരുത്തി എഴുതാനാണ് പറയുന്നത്. ഇങ്ങനെ കോളാട്ടോ, ഇങ്ങനെ കോളംസ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. ഇങ്ങനെ 4 കോളംസ് 2 റോ ആയിട്ട് തന്നിട്ടുണ്ട്. 2 റോ അല്ല 3 റോ ഉണ്ട് കേട്ടോ. അതിങ്ങനെ 3 റോസും 4 കോളംസ് ആയിട്ട് തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടെങ്കിൽ ഒന്ന് കയ്യിൽ വെക്കുന്ന വളരെ നന്നായിരിക്കും. ഇനി ഇവിടെ പറയുന്നത് വ്യത്യസ്തമാണ് എന്ന് പറയുന്നത്, അടുത്ത് ഏതെന്ത് പറയുന്നു, വ്യത്യസ്തം. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ. അത് നോക്കിയേ, ഒന്നാമത് നമുക്ക് കണ്ടെത്തുമ്പോൾ നോക്കുക. ആദ്യം നമ്മൾ മനസ്സിലാക്കുക ഇത് തന്നിരിക്കുന്ന ഏതൊക്കെ രീതിയിലാണ് അല്ലെ.
നമുക്കറിയാം ഒന്നാമത്തെ ചിത്രം തന്നിരിക്കുന്നത് ശ്രേണി രീതി അല്ലെങ്കിൽ ഏത് കണക്ഷനാ, സീരീസ് കണക്ഷൻ അല്ലെ. എന്ത് കണക്ഷനാ? ശ്രേണി രീതി അല്ലെങ്കിൽ സീരീസ് കണക്ഷനാ. രണ്ടാമത്തതാണ് ഇത് സമാന്തര രീതി അഥവാ എന്ത് കണക്ഷന്, പാരലൽ കണക്ഷൻ ആണ് രണ്ടാമത്തെന്ന് പറയുന്നത്. സമാന്തര രീതി അഥവാ പാരലൽ കണക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് സീരീസ് കണക്ഷൻ, ദ ടോട്ടൽ റെസിസ്റ്റൻസ് ഓഫ് ദ സർക്യൂട്ട് ഈസ് എന്താ സീരീസ് കണക്ഷനിൽ വെരി ഹൈ ആണ്, വളരെ കൂടുതലാണ്. കാരണം നമുക്കറിയാം ഇവിടെ നമ്മൾ R1 പ്ലസ് R2 ആണ് കാണുന്നത്. ഇവിടെ എത്ര കാണുന്നത്? R1 R2 ബൈ R1 പ്ലസ് 2 R2 ആണ്. അപ്പൊ ഇവിടെ കൂടെ എന്തായിരിക്കും ആകെ പ്രതിരോധം അല്ലെങ്കിൽ ടോട്ടൽ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ വേറെന്തൊരു വാക്ക് നമ്മൾ ഉപയോഗിച്ചിരുന്നില്ലേ, ടോട്ടൽ റെസിസ്റ്റൻസ് അല്ലാത്ത വേറെന്തോ ഒരു പദം നമ്മൾ ഉപയോഗിച്ചിരുന്നു അല്ലെ, എഫക്റ്റീവ് റെസിസ്റ്റൻസ്. അതെന്തായിരിക്കും? എപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ട് ശ്രേണി രീതിയിൽ കൂടുകയാണ് ചെയ്യുക, എവിടെ കുറയുക? സമാന്തര രീതിയിൽ കുറയുക. അതുകൊണ്ടല്ലേ നമ്മൾ ഹൗസ് ഹോൾഡ് വയറിങ് സമാന്തരാക്കണേ. അപ്പൊ ഈ പ്രസ്താവന തെറ്റാണ്. സഫല പ്രതിരോധം, അപ്പൊ നമ്മൾ മായ്ച്ചിട്ട് ഇവിടെ എന്താക്കണം? സഫല പ്രതിരോധം കൂടുന്നു അല്ലെ, ഇൻക്രീസ് അല്ലെ. ഇവിടെ എന്ത് ചെയ്യുന്നു? സഫല പ്രതിരോധം എന്താ ചെയ്യുന്നത്? ഡിക്രീസ് അല്ലെങ്കിൽ കുറയുന്നു. കിട്ടിയോ? ഇനി രണ്ടാമത്തേക്ക് വരാം. വോൾട്ടേജ് തുല്യമായി കിട്ടുന്നു എന്ന് പറയണേ. ആണോ? വോൾട്ടേജ് തുല്യമായിട്ടാണ് കിട്ടുന്നത്? അല്ല. നമുക്കറിയാം ഈ സർക്യൂട്ടിൽ ഇപ്പോൾ ഒരു 8 വോൾട്ടേജ് ഉണ്ടെങ്കിൽ രണ്ടാൾക്ക് സ്പ്ലിറ്റ് ചെയ്താൽ കിട്ടുന്നത് 8/2 4 വോൾട്ടേജ് ആണ് ഓരോ റെസിസ്റ്റൻസിനും കിട്ടുക അല്ലെ, പകുതിയായി വായിക്കും നമ്മൾ പറഞ്ഞു. അപ്പൊ ഇവിടെ എന്തല്ല, വോൾട്ടേജ് ഒരിക്കലും എവിടെ തുല്യമല്ല, ശ്രേണി രീതി അല്ലെങ്കിൽ സീരീസ് കണക്ഷനിൽ വോൾട്ടേജ് ലഭിക്കുന്നത് വ്യത്യസ്തമാണ് അല്ലെ. ഒരേ വോൾട്ടേജ് എവിടെ കിട്ടുക? സമാന്തര രീതിയിലാണ്. അതുകൊണ്ടല്ലേ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ഈ പവറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഏറ്റവും വലിയ ഫാക്ടർ വോൾട്ടേജ് ആയതുകൊണ്ടാണ് നമ്മൾ സമാന്തര രീതി അവിടെ സെലക്ട് ചെയ്തത്. കാരണം ഓരോ ഉപകരണത്തിനും തുല്യമായ പവർ കിട്ടണം. അപ്പോൾ വോൾട്ടേജ് തുല്യം എവിടെ കിട്ടുന്നത്? ഇവിടെയാണ്. ഇവിടെ നമ്മൾ സർക്യൂട്ടിൽ 8 വോൾട്ട് അപ്ലൈ ചെയ്താൽ ഇത് രണ്ടിനും എന്ത് ചെയ്യുന്നു? 8 വോൾട്ട് കിട്ടുന്നു. ഇവിടെ എന്ത് ചെയ്യുന്നു? കൊടുക്കുന്ന വോൾട്ടേജ് ഡിവൈഡ് ചെയ്യുക ചെയ്യുന്നു. അപ്പോൾ മൂന്നാമത്തെ വയ്ക്കോ കറണ്ട് തുല്യം, കറണ്ട് വ്യത്യാസം. അത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ നോക്കിയേ, 1 അര 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 2 മാർക്ക് കേട്ടോ. ഈ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ, സിമ്പിൾ ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമ്മൾ ആദ്യം കാണുമ്പോൾ ബുദ്ധിമുട്ട് തോന്നും, പക്ഷെ വായിച്ചു നോക്കിയാൽ വളരെ എളുപ്പമായിരിക്കും. കിട്ടിയോ? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കിട്ടിയോ? അപ്പോൾ 2 മാർക്ക് കഴിഞ്ഞിട്ടോ. നമുക്ക് നോക്കാം ആകെ എത്ര മാർക്കിന് ഈ പാഠത്തിൽ ചോദിച്ചെന്ന് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വരുന്നത്, ക്വസ്റ്റ്യൻ പേപ്പർ അടുത്ത പേജിൽ ഇതിനെ കുറിച്ചൊന്നുമില്ല. 6th ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ട് പിന്നെ ഈ പാഠവുമായി ബന്ധപ്പെട്ടില്ല. അതിനൊക്കെ ചോയ്സ് ഉണ്ടാവും കേട്ടോ, ഓപ്ഷൻ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് നമുക്ക് നോക്കേണ്ടത് എന്താറിയോ, ചില ആളുകൾ പഠിച്ചു പോയതൊന്നും വന്നിട്ടുണ്ടാവില്ല, ചില ആളുകൾ പഠിച്ചത് മാത്രമേ വന്നിട്ടുണ്ടാവുള്ളൂ. അതാണ് ചിലപ്പോൾ അവർക്ക് മാർക്ക് കൂടാൻ കാരണം. ഓക്കെ, നോക്കാം. നമുക്ക് അടുത്ത് 6, 8, 9, 10 ഇനി അടുത്ത 11ാമത്തെ ക്വസ്റ്റ്യൻ കേട്ടോ. 11th ക്വസ്റ്റ്യൻ. The features of two heaters are given below. 2 ഹീറ്ററുകളെ സംബന്ധിച്ച വിവരങ്ങൾ ചുവടെ തന്നിരിക്കുന്നു അല്ലെ. അതിലൊന്ന് പറയുന്നത് ഹീറ്റർ എ ആണ്. ഒന്നാമത്തെ ഹീറ്റർ എ, രണ്ടാമത്തത് ഏതാണ്? ഹീറ്റർ ബി. 2 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട് കേട്ടോ. ടേബിൾ തന്നെയാണ്. ഇതിന്റെ വർക്കിംഗ് വോൾട്ടേജ്, പ്രവർത്തന വോൾട്ടേജ് 230 വോൾട്ട്. ഇതിൻ്റെതും വർക്കിംഗ് വോൾട്ടേജ് എത്രയാണ്? 230 വോൾട്ട്. ഇനി ഇതിന്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 690 ഓം, 690 ഓം. ഇതിന്റെ എത്ര വരുന്നത്? 460 ഓം, 460 ഓം അല്ലെ. ടേബിൾ ക്ലോസ്ഡ് കഴിഞ്ഞു. ഇതാണ് ടേബിൾ ഉണ്ടോ. 2 ഹീറ്ററുകൾ തമ്മിൽ സംബന്ധിച്ച് വിവരം തന്നിരിക്കുന്ന ഹീറ്റർ കാണുന്നില്ലേ? ഇതാണ് സംഭവം അല്ലേ. നോക്കിക്കോളി, ഇതാണ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഇനി ഇതിൽ ചോദിക്കുന്നത് ഏത് ഹീറ്ററിനാണ് ഉയർന്ന ആംബിയറേജ് ഉള്ള ഫ്യൂസ് ആവശ്യമായി വരുന്നത്? വിച്ച് ഹീറ്റർ നീഡ്സ് ഹൈ ആംബിയറേജ് ഫ്യൂസസ്? ഏറ്റവും ഹൈ ആയിട്ടുള്ള അല്ലെങ്കിൽ കൂടിയ അളവിലുള്ള ആംബിയറേജ് വേണ്ട ഫ്യൂസ് ഏതാണ്? ഏറ്റവും നമ്മൾ കണ്ടെത്തുക, എയിലാണോ കൂടുതൽ കറണ്ട് കടന്നു പോകുന്നത് അതിലായിരിക്കും ഏറ്റവും കൂടുതൽ ആംബിയറേജ് വേണ്ടത്. നമ്മുടെ വീട്ടിലേക്ക് 5 ആംബിയർ ആണ് കറണ്ട് വരുന്നത്. അപ്പൊ 5 ആംബിയർ കറണ്ടിനെ കടത്തി വിടുന്ന ഫ്യൂസ് മതി നമുക്ക്. ഇതിപ്പോ നമ്മൾ ഫാക്ടറികളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് 11-20 ആംബിയർ ആണെങ്കിൽ 20 ആംബിയറേജ് ഉള്ള ഫ്യൂസ് വേണ്ടിവരും. അപ്പൊ ഇത് നമുക്ക് എന്ത് കണ്ടാൽ മതി? കറണ്ട് കണ്ടാൽ മതി. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഏതിലാണ് നമുക്ക് കൂടുതൽ എന്ത് വേണ്ടതെന്ന് കിട്ടും? നമുക്ക് എന്ത് വേണ്ട കിട്ടും? ആംബിയറേജ് കൂടി ഫ്യൂസ് വേണ്ടത് കിട്ടും. നോക്കാം നമുക്ക് ഹീറ്റർ എ എത്രയെന്ന് വരും അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ വിയും ആറും തന്നിട്ടുണ്ട്. We know that according to Ohm's law V equal to IR, I equal to V by R അല്ലെ. ഈ ഐനെ ഇവിടെ നിർത്തി ആറിനോട് കൊണ്ടുവരുമ്പോ ഗുണിക്കണം 6 ഇങ്ങോട്ട് വരുമ്പോൾ എന്തായി മാറും? ഹരിക്കണം 6 മാറും. ഞാനൊന്ന് ജസ്റ്റിന് തിരിച്ചു മറിച്ച് എഴുതിയെന്നു കേട്ടോ. അതായത് V by R equal to I എന്നാണ്. ഒറ്റെന്നുള്ളത് ഞാൻ ആദ്യം എഴുതുന്നുള്ളൂ, തിരിച്ചെഴുതിയാലും കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പൊ ആയിക്കോളൂ. നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെക്കാം. 230 ബൈ എത്ര വരും? 690 അല്ലെ. 2 ക്യാൻസൽ ചെയ്യാം. 23 ഡിവൈഡ് ബൈ 69 അല്ലെ. പോലല്ലോ. അപ്പൊ നമ്മൾ പോയിന്റ് ഇട്ട് 0 ചേർത്തു. എത്ര പ്രാവശ്യം പോകും? 3 പ്രാവശ്യം പോകും. 3 27
സിസ്റ്റം 3 6 18 3 21 അല്ലേ? കറക്റ്റ് അല്ലേ? 6 18 ആ 6 18 3 27 സിസ്റ്റം 2 6 18 2 20 വരുള്ളൂ അല്ലേ? എത്ര വരുള്ളൂ? ആ നോക്കണേ. 27 2 6 12 ഓക്കെ റെഡിയാണ്. നമ്മൾ മൈനസ് ചെയ്യും 3 2 23 അല്ലേ? 0 0 പോയി. അപ്പോൾ ഇനി എന്ത് ചെയ്യുക? വീണ്ടും ഒരു 0 ഇട്ട് 0 ഇറക്കിയിട്ടു എത്ര വരും? 207. ഇതിങ്ങനെ ഇങ്ങനെ പോകും. അപ്പോൾ എത്ര കിട്ടുക? 0.33 ആംബിയർ ആണ് ഇവിടുത്തെ കറണ്ട് എന്ന് പറഞ്ഞു. ഇനി ഇതേപോലെ നമ്മൾ ഹീറ്റർ ബിയിൽ ചെയ്ത് നോക്കാം. ബിയിൽ എത്ര വരും നോക്കാം. എത്ര വരുന്നത്? ഇനിയിപ്പോൾ ഇത് ചെയ്യണ്ടല്ലോ. I = V/R ഡയറക്റ്റ് എഴുതി കൂടെ. V/R എത്ര വരിക? 230 ഡിവൈഡ് ബൈ 460 എന്ന് വരില്ല. 0 ക്യാൻസൽ ചെയ്തു. 223 സോറി 20 ഇവിടെ എഴുതി കാണോ? ഇവിടെ അല്ലേ? 23 ഡിവൈഡ് ബൈ എത്ര വരുന്നത്? 46. എത്ര വരിക? 0.2 പോവില്ല. അതുകൊണ്ട് 0 ചേർത്ത് അല്ലേ? എത്ര വരിക? 6 6 5 30 5 പ്രാവശ്യം പോവില്ലേ? 5 6 30 0 3 4 5 23 23 230. വളരെ റെഡി. എത്ര കിട്ടി? 0.5 ആംബിയർ അല്ലേ? 50 പൈസ 33 പൈസ വലുത് 50 പൈസയാണ്. അപ്പൊ അതുകൊണ്ട് ഇവിടെയാണ് ഏറ്റവും കൂടിയ അളവിലെ കറണ്ട് കടന്നു പോകുന്നത്. അതുകൊണ്ട് എവിടെയാണ് കൂടുതൽ ആംബിയറേജ് ഉപയോഗിക്കേണ്ടത്? ഈ ബി എന്ന ഹീറ്ററിലാണ്. അപ്പൊ ഒന്നാമത്തെ ആൻസർ എ എന്ന ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് എന്താ വരിക? ആൻസർ എന്താ വരിക? ഹീറ്റർ ബി ആണ് ആൻസർ വരിക. ഓക്കെ. ഇനി രണ്ടാമത്തെ ഇത് തന്നിരിക്കുന്ന ഹീറ്ററുകൾ അവയുടെ പ്രവർത്തന വോൾട്ടതയിൽ 5 മിനിറ്റ് പ്രവർത്തിപ്പിച്ചാൽ കൂടുതൽ ചൂടാവുന്നത് എന്തായിരിക്കും കാരണം? വിശദീകരിക്കുക അല്ലെ? ഇതേപോലെ ക്വസ്റ്റ്യൻ നമ്മളെ കഴിഞ്ഞ ഏതോ ഒരു വീഡിയോ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട് അല്ലേ? ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെയാണ് പ്രതിരോധം കൂടുതൽ. അതുകൊണ്ട് പ്രതിരോധം കൂടുമ്പോൾ ഹീറ്റ് എനർജി കൂടും എന്ന് വിചാരിച്ച് ഇവിടെ എഴുതരുത് അല്ലേ? എവിടെയാണ് ശരിക്കും ആൻസർ? എവിടെയാണ്? ഇതാണ്. കാരണം എന്താ? ഇവിടുത്തെ കറന്റ് 0.33, ഇവിടുത്തെ എത്ര? 0.5 ആണ് അല്ലെ? നമുക്കറിയാം H=I²RT നമ്മൾ പഠിച്ചിട്ടില്ലേ? I²RT നോക്കി. അതില് 6 കൂടിയാല് ഒരു തവണ കൂടിയാല് ഹീറ്റ് എനർജി എത്രയേ കൂടുള്ളൂ? ഒരു തവണയെ കൂടുള്ളൂ അല്ലേ? 6 2 തവണ ആയാലും അല്ലെ? ഡബിൾ ആക്കിയാൽ ഹീറ്റ് എനർജി എത്രയാവും? ഡബിൾ ആകും. വേറെ മാറ്റമില്ല. എന്നാൽ ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചു I ഡബിൾ ആക്കുമ്പോൾ ഇവിടെ എത്ര കൂടുന്നുണ്ട്? 4 ടൈംസ് ആ കൂടുന്നുണ്ട്. 4 മടങ്ങ് വർദ്ധിക്കുന്നുണ്ട് അല്ലെ? അപ്പൊ നോക്കുക, ഒരു സർക്യൂട്ടില് റെസിസ്റ്റൻസിനേക്കാൾ അവിടെ ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫാക്ടർ എന്ന് പറയുന്നത് ഏതാണ്? I ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാണ്? I ഏറ്റവും കൂടുതലുള്ള ഏത്? 0.5 ഇവിടെ ആയിരിക്കും അല്ലെ? ബി എന്ന സർക്യൂട്ടിലാണ് എന്ത് ഏറ്റവും കൂടുതൽ എന്തുണ്ടാവുക? ഹീറ്ററിലാണ് എന്തുണ്ടാവുക? ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുക. ഈ സംശയം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ സ്ഥാനത്തിലേക്കും ചെയ്ത് നോക്കിയാൽ മതി. H=I²RT ഇട്ട് നോക്കിയാൽ മതി. ഇതാ ഇവിടുത്തെ I നമ്മളെ കയ്യിലുണ്ട്. എന്ത് ഇതിലെ H=I²RT നമ്മളെ കയ്യിലുണ്ട്. രണ്ടും ചെയ്ത് നോക്കിയിട്ട് നോക്കുക ഏത് നമുക്ക് മനസ്സിലാവും കേട്ടോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഇക്വേഷൻ H=I²RT. ബിയിൽ കാണാൻ നമുക്ക് എന്ത് ചെയ്യാം? 0.5 ഇൻറ്റു എത്ര വരിക? 6 എത്ര? 460 ഇൻറ്റു എത്ര വരും? ഇൻറ്റു ടി എത്ര വരിക? ടി എത്ര? നമ്മൾ എത്ര? 5 മിനിറ്റ് അല്ലേ? 5 മിനിറ്റ് ആണ്. അപ്പൊ 5 മിനിറ്റ് നമ്മൾ എന്തിലേക്ക് മാറ്റണം? സെക്കൻഡിലേക്ക് മാറ്റണം. 300 സെക്കൻഡ്. 300 ഗുണിച്ചു നോക്കുക. അപ്പൊ നമുക്ക് എത്ര കിട്ടി നോക്കുക. അതേമാതിരി ഇവിടെ എന്ത് ചെയ്യാം? 0.33 ഇൻറ്റു എത്ര വരിക? 690 ഇൻറ്റു എത്ര വരും? 300 അല്ലേ? ചെയ്ത് നോക്കണോ? ചെയ്യില്ല നിങ്ങള്? ചെയ്ത് നോക്കുക അല്ലേ? ഇന്നലെ നമുക്ക് കിട്ടും. ഇതിപ്പോ എന്തായാലും പോയിന്റ് സംഖ്യ വരുള്ളൂ. 2 സ്ഥാനം ഉണ്ട്. ഇവിടെ ഒക്കെ 2 something വരും അല്ലേ? വരില്ലേ? അപ്പൊ എന്ത് ചെയ്യുന്നു? 2 × 460 എന്ന് പറയുമ്പോൾ 900 റെസിസ്റ്റൻസ് അവിടെ അപ്പൊ തന്നെ കൂടി. ഇവിടെ എത്ര വരുന്നുള്ളൂ? 690 കൂടുള്ളൂ. അപ്പൊ ഏത് റെസിസ്റ്റൻസ്? ചെയ്ത് നോക്കിയിട്ട് എന്നോട് വിവരം പറയാൻ കിട്ടിയിട്ടില്ലെങ്കിൽ കേട്ടോ. അപ്പൊ നമുക്ക് അറിയാൻ പറ്റും ഏത് ഹീറ്റർ ബിയിലാണ് കൂടിയത്. ഇതും എത്ര ക്വസ്റ്റ്യൻസിൽ. ഇനി ഇതിന് കാരണം എന്തായിരിക്കും ചോദിച്ചാൽ ഇതന്നെ കാരണം. H=I²RT I എന്താവുന്നു? I കൂടുമ്പോൾ I വർദ്ധിച്ചാൽ താപം വർദ്ധിച്ചു. ഹീറ്റ് എനർജി എത്ര ടൈംസാ കൂടുന്നത്? 4 ടൈംസാ കൂടുന്നത്. അതുകൊണ്ട് കറന്റ് കൂടുന്നിടത്തായിരിക്കും എന്ത് കൂടുതൽ? ജൂൾസ് ലോ പ്രകാരം കറന്റ് വർദ്ധിച്ചാൽ, കറന്റ് കൂടുന്നതോറും I കൂടിയാൽ അവിടെ എന്ത് കൂടുന്നു? ഹീറ്റ് എനർജിന്റെ അളവ് കൂടുന്നു എന്ന് എഴുതിയാൽ മതി. കിട്ടൂലേ? റെഡി അല്ലേ? ആണോ? ആണ് അല്ലേ? ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പൊ ചെയ്ത് നോക്കണോ ഇത്? അപ്പോഴും നിങ്ങൾക്ക് തന്നെ കിട്ടുള്ളൂ ഹീറ്റർ ബി. അപ്പൊ നോക്കിയേ, രണ്ടാമത്തെ ക്വസ്റ്റ്യന്, ഈ ക്വസ്റ്റ്യന് 2 മാർക്കും ഇതിന് 1 മാർക്ക് കേട്ടോ. അപ്പൊ ഈ പാഠത്തിൽ നമ്മൾ പറഞ്ഞു വീണ്ടും 1 2 5 മാർക്കിന് ഇപ്പോൾ ഓൾറെഡി ചോദിച്ചു. റെഡി അല്ലേ? കൺഫ്യൂഷൻ ഉണ്ടോ? ചെയ്ത് നോക്കണം കേട്ടോ. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ. ഇനി നമ്മൾ നോക്കുക, ഇനിയിപ്പോൾ ഇതിന്റെ ഭാഗത്ത് ക്വസ്റ്റ്യൻസ് ഉണ്ടോ വെച്ചാൽ ഇതാ ഒരു ക്വസ്റ്റ്യൻസ് കൂടി ഉണ്ട് കേട്ടോ. അത് സെക്ഷൻ ഡിയിൽ 18ാമത്തെ ക്വസ്റ്റ്യൻ കേട്ടോ. 4 ഉത്തരം എഴുതിയാൽ മതി. 6 ക്വസ്റ്റ്യൻ 5 ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പൊ നോക്കാം, നമുക്ക് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് തോന്നുന്നു, കണ്ടിട്ട് നോക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 18 കേട്ടോ. 18ാമത്തെ ക്വസ്റ്റ്യൻ കയ്യിലുണ്ടെങ്കിൽ
ഒന്ന് എടുക്കുക കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു ഈ ക്വസ്റ്റ്യൻസ് നമ്മളൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ ബുക്കിൽ എഴുതി വെക്കണം. കാരണം ഇത് റിപ്പീറ്റ് ചെയ്യാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. കഴിഞ്ഞ വർഷത്തെ 2020 SLC എക്സാമിന്റെ അയ്യോ മാർക്ക് പോയിപ്പോ എത്ര പറഞ്ഞേ 2 2 2 1 2 2 1 2 അല്ലേ. ഇതാണ് നമുക്ക് ഇപ്പൊ ഇതുവരെ ചോദിച്ച ക്വസ്റ്റ്യൻസ്. ഇനി നോക്കിക്കോട്ടോ. അതിന് നൽകിയിരിക്കുന്ന സർക്യൂട്ടുകൾ വിശകലനം ചെയ്യുക. ഒബ്സർവ് ദ ഫോളോവിങ് സർക്യൂട്ട്സ് കേട്ടോ. നോക്കിക്കോളൂ എങ്ങനെ സർക്യൂട്ട് കേട്ടോ. ഇതാണ് സർക്യൂട്ട് അല്ലേ. 1 2 റെസിസ്റ്റൻസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ സ്വിച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. ഏതാണ് R1 R2 എന്ന് പറയുന്ന റെസിസ്റ്റൻസ് 100 ഓം, അതുപോലെ തന്നെ 100 ഓമിന്റെ 2 റെസിസ്റ്റൻസ്. ഓക്കെ. ഇനി അടുത്തത് എത്ര വരിക? ഇവിടെ തന്നിട്ടുള്ളത് 10 ഓം ആണ്. ഇത് സർക്യൂട്ട് പി. ഇനി അടുത്ത് ഇവിടെ തന്നെ വെക്കാം അല്ലേ. ഇതാണ് സർക്യൂട്ട് ഇങ്ങനെ തന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഒന്നാമത്തത്. ഇതിങ്ങനെ ഇത് R1 100 ഓം, R2 100 ഓം അല്ലേ. ഓക്കെ. ഇങ്ങനെ വന്നിട്ട് ഇതങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഉണ്ട് അല്ലേ. കണ്ടാൽ നമുക്ക് സീരീസ് ആണ് തോന്നുന്നില്ലേ. ഇനി നോക്കിയേ. ഇവിടെ ഇങ്ങനെ എന്തുണ്ട്, സെല്ല് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ സ്വിച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. സ്വിച്ച് എസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ നോക്കണേ. പിന്നെ ഇതിന്റെ റെസിസ്റ്റൻസ് വോൾട്ടേജ് 10 വോൾട്ട്. ഇത് എത്ര സർക്യൂട്ട് ക്യൂ കണ്ടോ. 2 സർക്യൂട്ട് കണ്ടോ. അപ്പൊ നമുക്ക് ഇത് ഒറ്റയടിക്ക് നമുക്ക് മനസ്സിലായി സീരീസ് കണക്ഷൻ അല്ലെങ്കിൽ ശ്രേണി രീതി അല്ലെ. നമുക്കറിയാം ഒന്നിന് പിറകെ ഒന്നാണ്. പക്ഷെ ഞാൻ പറഞ്ഞു ഇത് അങ്ങനെ കണ്ടെത്താൻ ബുദ്ധിമുട്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ഒരു റെസിസ്റ്റൻസ് എല്ലാം മാറ്റാം. അപ്പൊ ഈ റെസിസ്റ്റൻസ് ഇവിടെ ഇല്ല എന്ന് വിചാരിക്കാം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, ഇതിലൂടെ സർക്യൂട്ടിലൂടെ കണക്ഷൻ പോസിബിൾ അല്ലെങ്കിൽ അതാണ് ശ്രേണി രീതി അല്ലെ. നോക്കിയാൽ ഇത് കണക്ഷൻ കംപ്ലീറ്റ് ആണോ? അല്ല, ഇൻകംപ്ലീറ്റ് ആണ്. അതുകൊണ്ട് ഇത് ഏത് രീതി ആയിരിക്കും? ശ്രേണി രീതി അഥവാ എന്ത് കണക്ഷൻ ആയിരിക്കും? സീരീസ് കണക്ഷൻ ആയിരിക്കും അല്ലെ. ഇനി രണ്ടാമത്തേക്ക് അടക്കം നമുക്ക് നോക്കിയാൽ ഇത് കണ്ടാൽ ഇങ്ങനെയാണ്, പക്ഷെ ഇതിങ്ങനെ സമാന്തര രീതി അല്ലെങ്കിൽ ശ്രേണി രീതി ആണോ നോക്കാം നമുക്ക് അല്ലെ. ഈ റെസിസ്റ്റൻസ് ഞാൻ ഇവിടെ ഒഴിവാക്കി. അപ്പൊ നോക്കിയേ, ഇങ്ങനെ പോസിറ്റീവ് ഇങ്ങനെ കറണ്ട് കടന്നു പോയി ഇങ്ങനെ പോയിട്ട് അവിടെ നെഗറ്റീവ് എത്തി. കുഴപ്പമൊന്നുമില്ല, സർക്യൂട്ട് കംപ്ലീറ്റ് ആണ്. അപ്പോൾ ഈ ഇതില്ലെങ്കിലും ഇതിലൂടെ കറണ്ട് പോകും. ഇതാണെങ്കിലോ നോക്കി ഇങ്ങനെ വന്നതാ ഈ രീതിയിൽ സർക്യൂട്ട് കംപ്ലീറ്റ് ആണ്. അപ്പൊ നമ്മളൊരു ചിത്രം മാത്രം നമ്മുടെ മനസ്സിലുണ്ടാവരുത്. ഈ ടെക്നിക്കാണ് ഏറ്റവും നല്ലത്. ഏതെങ്കിലും ഒരു സർക്യൂട്ടിൽ ഏതെങ്കിലും ഒരു ഉപകരണം കേടുവന്നാൽ മറ്റേത് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനാണ് നമ്മൾ എന്ത് വിളിച്ചത്? സമാന്തര രീതി അഥവാ പാരലൽ കണക്ഷൻ എന്ന് വിളിച്ചത് അല്ലെ. അതാണ് സമാന്തര രീതി അഥവാ പാരലൽ കണക്ഷൻ. അപ്പൊ 2 രീതി നമ്മൾ മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. ഈ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഒന്നാമത്, ഏത് സർക്യൂട്ടിൽ ഘടിപ്പിച്ചിരിക്കുന്ന പ്രതിരോധങ്ങൾക്കാണ് തുല്യ വോൾട്ടേജ് ലഭിക്കുക? ഏത് സർക്യൂട്ടിലുള്ള റെസിസ്റ്റൻസിനാണ് സെയിം വോൾട്ടേജ് ലഭിക്കുക എന്ന് ചോദിക്കും. ഓക്കെ, തുല്യ വോൾട്ടേജിന് സെയിം വോൾട്ടേജ് അത് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. എവിടെയാണ് നമുക്ക് കിട്ടുക? എപ്പോഴും പാരലൽ കണക്ഷനിൽ അല്ലെങ്കിൽ സമാന്തര രീതിയിലാണ് എന്ത് കിട്ടുക? സെയിം വോൾട്ടേജ് കിട്ടുക അല്ലെ. മറ്റൊരു സെയിം കറണ്ട് അല്ലേ. അപ്പൊ ഒന്നാമത്തെ ആൻസർ ഒരു മാർക്ക് നമ്മളെ കയ്യിൽ പോകുന്നു. സർക്യൂട്ട് ക്യൂ അല്ലെ. സർക്യൂട്ട് ക്യൂവിലാണ് എന്തുള്ളത് പറയേ. ഏറ്റവും സെയിം ആയിട്ടുള്ള വോൾട്ടേജ് കിട്ടുക. കാരണം ഇതിൽ ഡിഫറെന്റ് ആയിരിക്കും. കാരണം എന്താണ് പാരലൽ കണക്ഷൻ അല്ല, സീരീസ് കണക്ഷൻ ആണെങ്കിൽ, അതായത് സമാന്തര രീതിയല്ല, ശ്രേണി രീതി. രണ്ടാമത്തെ, സർക്യൂട്ട് പിയിലെ പ്രതിരോധം R2 ലഭിക്കുന്ന വോൾട്ടേജ് എത്രയാണ്? വാട്ട് ഈസ് ദ വോൾട്ടേജ് ഗെറ്റിംഗ് ദ റെസിസ്റ്റൻസ് R2 ഇൻ സർക്യൂട്ട് പി അല്ലെ. സർക്യൂട്ട് പിയിലെ R2 ഇതിന് കിട്ടുന്ന വോൾട്ടേജ് എത്രയാണെന്ന് പറഞ്ഞു. അപ്പൊ നമുക്കറിയാം വോൾട്ടേജ് എന്താ വെച്ചാൽ എത്ര റെസിസ്റ്റൻസ് ഉണ്ടോ അത് ഡിവൈഡ് ചെയ്യാം. ഇവിടെ എത്ര 10 വോൾട്ടേജ് ഉള്ളത്. അപ്പൊ എന്ത് ചെയ്യുന്നു, ഇതിന് 5 വോൾട്ടും ഇതിന് 5 വോൾട്ടും. അപ്പൊ ഇവിടെ കിട്ടുന്ന വോൾട്ടേജ് എത്ര? 5 വോൾട്ട്. കാരണം തൊട്ട് മുൻപത്തെ പ്രോബ്ലത്തിൽ ഞാൻ പറഞ്ഞു അല്ലെ, ഡിവൈഡ് ചെയ്യണമെന്നുള്ളത്. അപ്പൊ ഇതിന്റെ ആൻസർ എത്ര? 5 വോൾട്ട്. ഇനി അടുത്ത സി ക്വസ്റ്റ്യൻസ് ആണ്. നൽകിയിരിക്കുന്ന 2 സർക്യൂട്ടുകളുടെയും 5 മിനിറ്റ്. ഈ ക്വസ്റ്റ്യൻ നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നു. 5 മിനിറ്റിന്റെ ക്വസ്റ്റ്യൻ നേരത്തെ ഞാൻ പറഞ്ഞു. 5 മിനിറ്റ് അല്ലേ. ഇവിടെ എന്താ പറയണ്ടോ, നൽകിയിരിക്കുന്ന 2 സർക്യൂട്ടിലുടെയും ഈ 2 സർക്യൂട്ടിൽ എന്ത് ചെയ്യാണ്? 5 മിനിറ്റ് 5 മിനിറ്റ് നമ്മൾ എന്ത് ചെയ്യാണ്? 5 മിനിറ്റ് നമ്മൾ വൈദ്യുതി പ്രവഹിക്കുന്നുവെങ്കിൽ ഏത് സർക്യൂട്ടിലായിരിക്കും കൂടുതൽ താപം ഉൽപ്പാദിപ്പിക്കപ്പെടുക? വിശദീകരിക്കുക വെച്ചാൽ നമ്മൾ രണ്ടിലൂടെ നമ്മൾ എന്ത് ചെയ്യാണ്? കറണ്ട് കടത്തി വിടുകയാണ്. അപ്പൊ എന്ത് ചെയ്യാണ്? അതിലാണ് കൂടുതൽ എന്തുണ്ടാവുക?
എന്താണ് രണ്ട് സമയം തുല്യത കൂടുതൽ ഹീറ്റ് എനർജി ഉണ്ടാവും. നമുക്ക് രണ്ട് രീതി ചെയ്യാം. നമുക്ക് ചെയ്ത് നോക്കി ചെയ്യാം, കണക്ക് ചെയ്ത് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് കിട്ടില്ലേ. എങ്ങനെ കിട്ടുക? ഈ പി എന്ന സർക്യൂട്ടിലേക്ക് നോക്കി ഇവിടെ നമ്മൾ പറഞ്ഞത് ഇവിടെ എന്താണ്, ഇത് ശ്രേണി രീതിയിലാണ്. അതുകൊണ്ട് പ്രതിരോധം അല്ലെങ്കിൽ റെസിസ്റ്റൻസ് എന്തായിരിക്കും റെസിസ്റ്റൻസ് എന്തായിരിക്കും? കൂടുതലായിരിക്കും അല്ലെ. പ്രതിരോധം കൂടുതലാണെങ്കിൽ അതിലൂടെ കടന്നു പോകുന്ന കറന്റിന്റെ അളവ് എന്തായിരിക്കും? കുറവായിരിക്കും അല്ലെ. തടസ്സം ഉണ്ടെങ്കിൽ കറണ്ട് പോവോ? അപ്പൊ കറന്റിന്റെ അളവ് കുറവ് എവിടെ ഉണ്ടാകുക? ഈ സർക്യൂട്ടിൽ ഉണ്ടാകുക. ഇനി ഇതിലേക്ക് വന്നാൽ നമുക്ക് പറയാൻ പറ്റും, ഇവിടെ ക്യൂ എന്ന സർക്യൂട്ടിൽ അല്ലെ, ക്യൂ എന്ന സർക്യൂട്ടിന് എന്ത് കുറവാണ്? റെസിസ്റ്റൻസ് അഥവാ പ്രതിരോധം കുറവായതിനാൽ അതിലൂടെ എന്ത് കടന്നു പോയിക്കോളും? ഉയർന്ന അളവിലുള്ള കറണ്ട് കടന്നു പോയിക്കോളും. പോവില്ലേ? പോണട്ടോ, പോവില്ലേ? അപ്പോ കറന്റിന്റെ അളവ് വർദ്ധിപ്പിച്ച് നമ്മൾ പറഞ്ഞു, പ്രതിരോധം കുറഞ്ഞാൽ കൂടിയാൽ ഒരു മടങ്ങിന്റെ എന്തുള്ളൂ? ഹീറ്റ് എനർജിയും കൂടുള്ളൂ. പക്ഷെ കറന്റ് കൂടിയാൽ 4 ടൈം വർദ്ധിക്കുക. അപ്പൊ ഏറ്റവും കൂടുതൽ കറന്റ് കടന്നു പോകുന്ന ഏത് സർക്യൂട്ടിലാണ്? ക്യൂ എന്ന സർക്യൂട്ടിലാണ്. ആയതുകൊണ്ട് തന്നെ എവിടെ ആയതുകൊണ്ട് തന്നെ സീന്റെ ആൻസർ ഏറ്റവും കൂടുതൽ എന്ത് താപം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഈ സർക്യൂട്ടിലാണ്? ക്യൂ എന്ന സർക്യൂട്ടിലാണ് അല്ലെ. കാരണം എന്താ? ഇവിടെയാണ് ഏറ്റവും കൂടിയ അളവിലുള്ള കറന്റ് കടന്നു പോകുന്നത് അല്ലെ. കാരണം പ്രതിരോധം കുറവായത് കൊണ്ട്. ഇനി വിശദീകരിക്കുക എന്ന് പറഞ്ഞാൽ എന്തിനാണ്? കറന്റിന്റെ അളവ് വർദ്ധിക്കുമ്പോൾ എന്ത് കൂടുന്നു? പ്രതിരോധത്തെ അപേക്ഷിച്ച് താപോർജ്ജത്തിന്റെ അളവിൽ വർധന വരുത്താൻ കഴിയുന്നു അല്ലെ. ഫാക്ടേഴ്സ് ഡിപ്പെൻസിങ് ഹീറ്റ് എനർജീസ് ഈസ് ഐ അല്ലെ. ഐ ആണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, അതായത് കറന്റ് ആണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് പ്രതിരോധത്തെക്കാൾ. ഇനി ഒന്നുകിൽ അങ്ങനെ വിശദീകരിക്കുക, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അവിടെ പ്രോബ്ലം ചെയ്ത് കൊടുക്കുക. ഇതാ ഇത് കാണാം, ഹീറ്റ് എനർജി കാണാം നമുക്ക് അല്ലെ. ഇത് കാണും, എച്ച് ഹീറ്റ് എനർജി ഇൻ സർക്യൂട്ട് പി ട്ടോ. ഹീറ്റ് എനർജി ഇൻ സർക്യൂട്ട് പി ഹീറ്റ് എനർജി നമ്മൾ കാണാൻ പോകണം. അപ്പൊ നമുക്കറിയാം ഇപ്പൊ എന്തൊക്കെ തന്നുള്ളത്? വോൾട്ടേജും ഉണ്ട്, അമർത്ത് റെസിസ്റ്റൻസും ഉണ്ട്, അതേമാതിരി എന്തുണ്ട്? ടൈമും ഉണ്ട്. ടൈമിന് ഞാൻ ഇവിടെ നിന്ന് മാറ്റിയാട്ടോ. 5 മിനിറ്റ് നമ്മൾ എന്താക്കി? 5 × 60 300 സെക്കൻഡിലേക്ക് മാറ്റില്ലേ? മാറ്റി നോക്കാം നമുക്ക് ഇനി ഇവിടെ എത്ര വരുന്നത് എന്നുള്ളത് കേട്ടോ. അപ്പൊ എത്ര വരിക? നമുക്ക് ഈ 3 സാധനങ്ങൾ ബിയും ആറും ടിയും തന്നു കഴിഞ്ഞാൽ എച്ച് കാണാം. നമുക്ക് ഈ സൂത്രമാക്കി ഉപയോഗിച്ചൂടെ? v²/r × t എന്ന് ഉപയോഗിക്കല്ലേ ഏറ്റവും നല്ലേ അല്ലേ. അപ്പൊ നമ്മൾ ടോട്ടൽ കൊടുത്ത് അപ്ലൈ ചെയ്ത വോൾട്ടേജ് ഇവിടെ തന്നെയാണ്. അപ്പൊ എത്ര? 10 വോൾട്ടേജ് 10 × 10 × t എത്ര? 300 ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ് എത്ര വരിക? R = R1 + R2 ആണ്. അപ്പൊ എത്ര വരിക? 100 + 100 എത്ര വരും? 200 എന്ന് വരും. ഡിവൈഡ് ബൈ 200 എന്ന് വരും. 0 പോയി 0 പോയി അല്ലേ. അപ്പൊ എത്ര വരിക? ഇനി എന്താ വരിക? നമുക്ക് 2 നമുക്ക് വെട്ടാം. 2 2 5 2 10 5 × 10 എത്ര? 50 50 × 3 എത്ര വരും? 150 ജൂളാണ് ഇവിടുത്തെ വരുന്നത് അല്ലെ. ഏത്? ഹീറ്റ് എനർജി ഇൻ പി. ഇനി നമുക്ക് എന്തിലേക്ക് കിടക്കാം? ഇതിലേക്ക് കിടക്കാം. ഇവിടുത്തെ ഹീറ്റ് എനർജി ഇൻ ക്യൂ അല്ലെ. സർക്യൂട്ട് ക്യൂ തന്നെ v²/r × t ഉപയോഗിച്ചാൽ മതി അല്ലെ. അതിൽ നമുക്ക് എന്ത് ചെയ്യണം? R കാണാനുള്ള ഇക്വേഷൻ R1 R2/R1 + R2 ആണ് അല്ലെ. എന്ത്? സമാന്തര രീതി ആയതുകൊണ്ട്. അപ്പൊ എത്ര? 100 × 100/100 + 100 അതായത് 200. 0 പോയി 0 പോയി അല്ലെ. 100/2 എന്ന് പറഞ്ഞാൽ എത്ര? 50 അല്ലെ. അപ്പൊ ഇവിടുത്തെ റെസിസ്റ്റൻസ് എത്ര? 50 ഓം ആണ്. അപ്പൊ നമുക്ക് നോക്കിയേ, v² പറയുമ്പോൾ 10 × 10 × 300 ഡിവൈഡ് ബൈ എന്ത് വരും? 50 അല്ലെ. നമ്മൾ ക്യാൻസൽ ചെയ്യാം. 0 അത് പോയി 4 5 5 6 5 30 6 10 60 × 10 600 ജൂള്. കണ്ടോ? ഏതിലാ കൂടുതൽ ഹീറ്റ് എനർജി ഉള്ളത്? ക്യൂവിലല്ലേ. ഇപ്പൊ നമ്മൾ പറഞ്ഞാൽ ശരിയല്ലേ. ഒന്നുകിൽ ഇങ്ങനെ പ്രൂവ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് നമ്മളെ സ്റ്റേറ്റ്മെന്റ് കൊണ്ട് പ്രൂവ് ചെയ്താൽ മതി. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഇനി ഇത് എത്ര മാർക്കാന്ന് നോക്കിയേ. ഒന്നാമത്തെ ക്വസ്റ്റ്യന് എക്ക് 1 മാർക്ക്, ബിക്ക് 1 മാർക്ക്, സിക്ക് 2 മാർക്ക്. അപ്പൊ നോക്കിയേ, 2 3 5 6 7 9 മാർക്കാണ് ഫസ്റ്റ് ലെസൺ SLC എക്സാമിന് ചോദിച്ചത്. അപ്പൊ ഈ പാഠം മര്യാദയ്ക്ക് പഠിച്ചവൻ എന്ത് ചെയ്യുക? SLC എക്സാം കഴിച്ചിലാകാം. 1 മാർക്കൊക്കെ പോലും ഇട്ടരും. 10 മാർക്കിൽ ജയിക്കാം. എന്തായിക്കോട്ടെ, സി മാർക്ക് കൂട്ടി 10 മതിയാ തോന്നുന്നു. 2 3 5 6 7 9 മാർക്ക് ഒരു പാഠത്തിന് ചോദിച്ചു. അപ്പൊ ഈ പാഠത്തിന്റെ ഇമ്പോർട്ടൻസ് എത്ര നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പൊ നല്ല രീതിയിൽ എല്ലാവരും പഠിക്കുക. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ വിളിക്കാൻ മറക്കരുത്. നമ്മൾ ഈ ചാപ്റ്റർ കഴിഞ്ഞു. അടുത്ത ആഴ്ച അഥവാ അതിൻ്റെ അടുത്ത ആഴ്ച ടൈം ടേബിൾ നോക്കിയിട്ടില്ല, നമ്മൾ എക്സാം കണ്ടക്ട് ചെയ്യണം. ഫിസിക്സിൻ്റെ എക്സാമാണ്. നല്ല രീതിയിൽ പഠിച്ചെഴുതുക. വീണ്ടും പറയുകയാണെ, ഇവിടെ നിങ്ങൾ കോപ്പി അടിച്ച് നോക്കാൻ ഞങ്ങളില്ല. നിങ്ങളെ രക്ഷിതാക്കളും നിങ്ങളും തന്നെയാണ് എക്സാമിനറുകൾ. നിങ്ങൾ ഒരുപാട് മാർക്ക് വാങ്ങി അല്ലെങ്കിൽ നോക്കി എഴുതി ഒരുപാട് മാർക്ക് വാങ്ങി നിങ്ങൾക്ക് സമ്മാനം തരാൻ വേണ്ടിയിട്ടല്ലേ എക്സാം. നിങ്ങൾ എത്ര കണ്ട് ഈ വീഡിയോ ക്ലാസ്സിനെ
ഇതോടെ ഗൗരവത്തോടെ കാണുന്നു, അല്ലെങ്കിൽ നിങ്ങളെ റേഞ്ച് എത്രയെന്ന് അറിയാൻ വേണ്ടിയുള്ള ഒരു എക്സാം മാത്രമാണ്. അതുകൊണ്ട് വളരെ കട്ടിയിറക്ക ക്വസ്റ്റ്യൻസ് ഒന്നും ഞാൻ ഇട്ടിട്ടില്ല. PSLC ഓറിയൻറ്റഡ് ക്വസ്റ്റ്യൻസ് ഒന്നും കുറവാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിലും ഇനി ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ ഇവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, അപ്പോൾ എത്ര എനിക്ക് അറിയില്ല ക്വസ്റ്റ്യൻസ് ഏതെന്നുള്ളൊരു ഓർമ്മയില്ല. അപ്പോൾ വലിയ ടൈറ്റൊന്നും ഇല്ല എന്നാണ് പ്രതീക്ഷ. അപ്പോൾ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ പഠിക്കുക, നല്ല മാർക്ക് വാങ്ങുക. നമുക്ക് എന്ത് ചെയ്യുക, എത്രയും പെട്ടെന്ന് നമുക്ക് സ്കൂളൊക്കെ തുറന്ന് നമുക്ക് നേരിട്ട് ക്ലാസ് എടുക്കാൻ പറ്റുന്ന ഒരു അവസരം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.